66 വർഷത്തെ നാടക പാരമ്പര്യവുമായി കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന 63ാമത് നാടകം. ഹേമന്ത് കുമാർ രചന നിർവഹിച്ച ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ വർത്തമാനകാലത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്നാണ് കഥ പറയുന്നത്. നാടകാചാര്യൻ ഓമാധവന്റെ മകൾ സന്ധ്യ രാജേന്ദ്രനാണ് സംവിധാനം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ജാതി, മതം, വർണ്ണം, മനുഷ്യബന്ധങ്ങൾ തുടങ്ങി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയങ്ങളിലേക്കാണ് നാടകം വളരുന്നത്. ആക്ഷേപഹാസ്യത്തിന്റെയും ജീവിതത്തിന്റെയും കരുത്തിലാണ് അവതരണം. ചെറുപ്പം മുതലേ നാടകത്തിന്റെ റിഹേഴ്സലുകളും സംഭാഷണങ്ങളും അരങ്ങിലെ അവതരണങ്ങളുമെല്ലാം കണ്ടാണ് സന്ധ്യ വളർന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാടക പഠനം, പിന്നീട് സഹസംവിധായകയായും കോസ്റ്റ്യൂം ഡിസൈനറായും കൊറിയോഗ്രാഫറായും പ്രവർത്തിച്ചു. നടനും സംവിധായകനുമായ ഭർത്താവ് രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ നാടക സംവിധാനത്തിന്റെ പുതിയ നിയോഗവും സന്ധ്യ രാജേന്ദ്രൻ ഏറ്റെടുക്കുകയായിരുന്നു. പോയവർ അവശേഷിപ്പിച്ച സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് പിന്നാലെ വരുന്നവരുടെ കടമയും കൂടിയാണ്. എൻ്റെ ഒരു കർത്തവ്യമായിട്ടാണ് ഞാൻ അതിനെ ഏറ്റെടുത്തത്. വിജയകുമാരി ഓമാധവനും മുകേഷും ദിവ്യദർശനും ചേർന്നാണ് നാടകത്തിന്റെ നിർമ്മാണം. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച സന്ധ്യ ആദ്യമായിട്ടാണ് ഇതുവരായിട്ടും ഭർത്താവ് എ രാജേന്ദ്രൻ്റെ സഹ സംവിധായികയായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് സ്വതന്ത്ര സംവിധായികയാവുന്നത്. വിഭു പിരപ്പൻകോടിന്റെ വരികൾക്ക് അനിൽ മാള സംഗീതം നൽകുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ പേര് തന്നെയാണ് നാടകം ഉയർത്തുന്ന ചോദ്യം. മനുഷ്യനെ മനുഷ്യനായി കാണേണ്ട കാലം, പറയാനുള്ളത് തുറന്നു പറയേണ്ട കാലം. നാടകത്തിന്റെ ആദ്യ പ്രദർശനം ബുധനാഴ്ച വൈകിട്ട് 7-ന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കും. നാടകം പറയുന്നത് ഒരു കഥ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തോട് ഉയർത്തുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ. അമൃത ന്യൂസ്, കൊല്ലം.